നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിന് കാത്തിരിക്കുമ്പോൾ ലയണൽ സ്കലോനി പറയുന്നു, ഞങ്ങൾ സ്പെയിനിനെ അനലൈസ് ചെയ്ത പോലെ, സ്പാനിഷ് ദേശീയ ടീമിനെ ഞങ്ങൾ പഠിച്ച പോലെ മറ്റൊരു ടീമിനെയും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ആവും വെറുതെ ഇറങ്ങുകയല്ല, നന്നായിട്ട് എതിരാളികളെ പഠിച്ചിട്ടാണ് ഫൈനൽ മത്സരത്തിന് ഇറങ്ങുന്നത് എന്ന് ലയണൽ സ്കലോനി പറയുന്നു. അതിന് കാരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാർച്ചിൽ ഞങ്ങൾ തമ്മിൽ ഫൈനലിസിമ വരേണ്ടതായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് സ്പാനിഷ് ദേശീയ ടീം നന്നായി പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത് വേൾഡ് കപ്പിൽ ഞങ്ങളുടെ പോസിബിൾ എതിരാളികൾ ആരൊക്കെയാണ് ഫൈനൽ വരെ, അവരെയൊക്കെ ഞങ്ങൾ വീണ്ടും പഠിച്ചിട്ടുണ്ട്. സ്പെയിനിനെ ഞങ്ങൾ 2 തവണ വിശദമായിട്ട് എടുത്തു വെച്ച് പഠിച്ചതുകൊണ്ട്, അനലൈസ് ചെയ്തതുകൊണ്ട് സ്പെയിനിനെ പോലെ മറ്റൊരു ടീമിനെയും ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ ഫിഫ ഇവൻറ്റിൽ വെച്ച് ലയണൽ സ്കലോനി പറയുന്നത്. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. സാക്ഷാൽ ലയണൽ സ്കലോനി പറയുന്നു, വി അനലൈസ്ഡ് സ്പെയിൻ. കാരണം ഞങ്ങൾ മാർച്ച് മാസത്തിൽ അവരോട് ഏറ്റുമുട്ടേണ്ടതായിരുന്നു. പക്ഷേ ഡിസംബർ മുതൽ ഞങ്ങളുടെ വേൾഡ് കപ്പിൻ്റെ പോസിബിൾ എതിരാളികളെ, ഓരോ ഘട്ടത്തിലെയും എതിരാളികളെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ സംഭവിച്ചത് എന്താണെന്നറിയോ? ഞങ്ങൾ സ്പെയിനിനെ അനലൈസ് ചെയ്ത പോലെ മറ്റൊരു ടീമിനെയും ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ വേൾഡ് കപ്പിൽ നമ്മൾ കടന്നു പോകുന്ന പാത്തുകൾ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെതിരെ പൊട്ടൻഷ്യലി ഓരോ സ്റ്റേജിലും വരാവുന്ന ടീമുകളെ നമ്മൾ അനലൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പണൻസിനെ ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സ്പെയിനെയാണ് ഏറ്റവും അധികം ഞങ്ങൾ വിശകലനം ചെയ്തിരിക്കുന്നത്. പിന്നെ ഓവർ അനലൈസിങ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് എനിക്കറിയാം. ഒരു ടീമിനെ എടുത്ത് നമ്മൾ ഒരുപാട് അനലൈസ് ചെയ്ത് ഓവർ അനലൈസിങ് നല്ലതല്ല. പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സ്പെയിൻ എങ്ങനെയാണ് കളിക്കുക, അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത് എന്താണ്, ഇതൊക്കെ ഞങ്ങളുടെ ഓരോ താരങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഇമ്പാക്റ്റും ആ ഒരു ക്വാളിറ്റി വെച്ച് അവർ കളിക്കളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പറ്റാവുന്നതൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു പ്ലേയിങ് സ്റ്റൈല് അത് അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഏരിയകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഞങ്ങൾ പരിശ്രമിക്കും ഏതുകൂടി ലയണൽ സ്കലോനി പറഞ്ഞു. ചുരുക്കത്തിൽ സ്കലോനി വളരെ കൃത്യമായി വ്യക്തമായി സ്പെയിനിൻ്റെ കളി വിശകലനം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞിട്ടുമുണ്ട്. ബാക്കി നാളെ കളിക്കളത്ത് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.